കോട്ടയത്ത് കൊല്ലപ്പെട്ട വിജയകുമാറിനും മീരയ്ക്കും അപ്പോൾ വിജയകുമാറിന് വിദേശത്ത് ഒരുപാട് ബിസിനസ് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് ബിസിനസ് ആണെന്നല്ലേ ഇയാൾ ചെയ്യുന്നത്? ഇത്രമാത്രം പണം വരാൻ വേണ്ടിയിട്ടുള്ള ബിസിനസ് എന്തായിരിക്കും? ഇനി വല്ല ഇല്ലീഗൽ ബിസിനസ്സും ആണോ, അല്ലെങ്കിൽ വേറെ വല്ല ബിസിനസ്സും ഉണ്ടോ? ഇയാളുടെ ജോലി എന്തായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ ഇയാളുടെ കൂടെ ഒരുപാട് വർഷം ജോലി ചെയ്ത ചില ആൾക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാൾ I2I എന്ന് പറയുന്ന ഒരു ന്യൂസിന് കൊടുത്ത ഒരു വോയിസ് ഉണ്ട്. ആ ഒരു വോയിസ് ആണ് ഇപ്പോഴും നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കും ഇയാളുടെ തൊഴിൽ എന്തായിരുന്നു, ഇയാൾ എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു. അതായത് പണത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ, യാതൊരുവിധ മനസാക്ഷിയുമില്ലാത്ത ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്താ പറയുക ജീവിതത്തെ പറ്റിയിട്ട് ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു മനുഷ്യൻ എന്നൊക്കെയായിരിക്കും നിങ്ങൾക്ക് തോന്നുക. പക്ഷേ എന്നാലും ഇത് കേൾക്കുമ്പോൾ നമുക്കും എതിരഭിപ്രായമുണ്ടാകാം. ഏതായാലും വിജയകുമാർ പറയുന്ന കാര്യങ്ങൾ, വിജയകുമാറിനെ പറ്റി മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ജോർജ് എന്നാണ്. ഞാൻ ഈ വിജയകുമാറിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, ഈ വിജയകുമാറും ഞാനുമായിട്ട് ഞങ്ങൾ തമ്മിൽ, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ സൗദിയിലെ ഒരു 4 വർഷക്കാലം 93 മുതൽ 97 98 വരെ എൻ്റെ 4 വർഷക്കാലം ജോലി ചെയ്ത ആളാണ്. വിജയകുമാർ എന്ന് പറഞ്ഞാൽ അതീവ ബുദ്ധിമാനാണ്. അയാളൊന്നും സാധാരണക്കാരൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. ബിസിനസിന്റെ കാര്യത്തിലാണേലും ബുദ്ധിയുടെ കാര്യത്തിലാണേലും വളരെ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ 5 പൈസ ഒരാൾക്ക് നഷ്ടപ്പെടില്ല. പുള്ളിയുടെ കൊടുക്കത്തില്ല. പക്ഷെ പുള്ളി വേറൊരു മൈൻഡുണ്ട്. പുള്ളിക്ക് വേറെ ആരുടെ പൈസ വേണ്ടതാനും. പുള്ളി അങ്ങനെ ആരുടെയും ഇല്ല. പക്ഷെ കച്ചവടം ചെയ്യുന്നത് 100-150% ലാഭം എടുത്ത് കച്ചവടം ചെയ്തുള്ളൂ. അങ്ങനെ സൗദിയിൽ അതായത് എനിക്ക് തോന്നുന്നു 2002 വരെ അദ്ദേഹം അവിടെ ബിസിനസ് ചെയ്തു. പുള്ളി ബഹ്റിനിലേക്ക് മാറി. അത് കഴിഞ്ഞൊന്നും പിന്നെ ക്ലച്ച് പിടിച്ചില്ല. ഇയാളുടെ വൈഫ് ഡോക്ടറായിരുന്നു. അവിടുത്തെ ഒരു ഗവൺമെന്റ് സർവീസിൽ ഡോക്ടറായിരുന്നു. അവർ റിട്ടയർ ചെയ്ത് പോകുന്നു കഴിഞ്ഞപ്പോൾ ഫാമിലി ആയില്ലെങ്കിൽ പോകുന്നു. അത് കഴിഞ്ഞ് അത് 96 അവർ പോകുന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇയാൾ ബാച്ചിലറായിട്ടാണോ താമസിച്ചിരുന്നത്. ഇയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ്, ഫിലിപ്പീൻ ഫുഡ്, തായ്ലൻഡ് ഫുഡ്, അറബി ഫുഡ് സ്റ്റഫ് ആയിരുന്നു ഇയാൾക്ക്. ഞങ്ങൾ 3-4 സെയിൽസ്മാൻമാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ലാഭത്തിൽ നല്ല ഇതിലാണ് ചെയ്തത്. ആ സമയത്തൊക്കെ ബിസിനസ് മോശമായി പുള്ളി ബിസിനസ് മോശമായ സമയത്ത് പുള്ളി ബിസിനസ് നിർത്തി പോകുന്നു. ആളെ സംബന്ധിച്ച് നല്ലൊരു 6 അടി ഹൈറ്റ് ഉണ്ട്. നല്ല ബുദ്ധിമാനാണ് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഈ പറയുന്ന ഈ ആസാമീനെ കൊണ്ടൊന്നും പുള്ളിയുടെ ഒരു വിരളെ പിടിക്കാൻ പറ്റത്തില്ല. ആള് നല്ല ആരോഗ്യവാനാണ്. ആള് നല്ല ഡയറ്റിങ്, നല്ല ഫിസിക്കലായിട്ട് നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ബോൾഡാണ് അദ്ദേഹത്തിന്റെ ബോഡി. അതിനകത്ത് കൂടെ ആളുണ്ടാവും, അതെന്തോ നമുക്കറിയില്ല. പക്ഷെ വിജയനെ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പൈസ ഉണ്ടാക്കാൻ അറിയാവുന്നവനാണ്. പൈസ ഇഷ്ടം അന്ന് തന്നെ പൈസയുണ്ട്, അങ്ങനെ നല്ല പൈസയുണ്ട്. അങ്ങോട്ട് ഉണ്ടാക്കിയ പൈസയാണ്. എൻ്റെ ഒരു 2008 വരെ അവിടെ ഉണ്ട് എനിക്കറിയാം. പുള്ളി ആദ്യം അവിടെ ഒരു കമ്പനിയിൽ ചെറിയ ജോലിക്ക് വന്നാൽ അവിടെ നിന്നുകൊണ്ട് ആ വാർ ടൈമിലാണ് പുള്ളി അവിടെ ജോലി ചെയ്തുകൊണ്ട് മറ്റ് ബിസിനസ് ചെയ്ത് ആ വാർ ടൈമിൽ ചില 2-3 സ്പെഷ്യലൈസ് അവിടെ ബാൻഡായിട്ട് 2-3 സാധനങ്ങൾ വിറ്റാണ് പുള്ളി പൈസ ഉണ്ടാക്കിയത്. അതായത് ബീഡി, സിഗരറ്റ്, തമ്പാക്കു അങ്ങനെയുള്ള സാധനങ്ങൾ ഈ പട്ടാളക്കാർക്ക് സപ്ലൈ ചെയ്ത് ബീഡിയിലാണ് പുള്ളി അവിടെ നിന്ന് കാശ് കയറിപ്പോകുന്നത്. അത്രമാത്രം ബീഡി കച്ചവടവും ബീഡി സിഗരറ്റും ഒക്കെ വിറ്റാണ്. പിന്നെ ചിക്കൻ സോസേജ് അങ്ങനെയുള്ള ചില റെയറായിട്ടുള്ള ചില സാധനങ്ങൾ ആ സമയത്ത് പട്ടാളക്കാരൊക്കെ അങ്ങനെ ഒരിടത്ത് സാധനം കിട്ടാനില്ല. പുള്ളി എടുത്ത് 100-300 രൂപ വരെയൊക്കെയാണ് പുള്ളി കൊടുത്തത്. അങ്ങനെ അമിത ലാഭം എടുത്ത് പുള്ളി പൈസ ഉണ്ടാക്കിയതാണ്. അത് വളരെ ബുദ്ധിമാനാണ്. പുള്ളിനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. പുള്ളിക്ക് പ്രോപ്പർട്ടി അന്ന് തന്നെ നല്ല സാമ്പത്തികമായി നല്ല ഇതിലാണ് പുള്ളി അവിടുന്ന് പോരുന്നത് തന്നെ. പിന്നെ ഇത് പറയുന്ന നമ്മുടെ ജെയിംസ് പറഞ്ഞ പുള്ളി മറ്റുള്ള ആളുകളുമായിട്ട് പുള്ളിക്ക് അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല. പുള്ളി സൗദിയിൽ വെച്ച് തന്നെയാണെങ്കിലും ചുരുക്കം 1-2 വ്യക്തികളുമായിട്ടുള്ള ഒരു കണക്ഷനുള്ളൂ. അല്ലാതെ തൊട്ടടുത്തുള്ള കടക്കാരുമായിട്ട് പോലും പുള്ളിക്ക് യാതൊരു ഇതില്ല. പുള്ളിക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇടവും വലമൊന്നും തിരിയത്തില്ല. പുള്ളിക്ക് അങ്ങനെ വേറെ ആരുമായിട്ടുള്ളൊരു കമ്മില്ല. രാവിലെ ഓഫീസുണ്ട്, കടയുണ്ട്. ഓഫീസിലും കടയിലും വരുന്നു, അത്ര തന്നെയുള്ളൂ. അതല്ല അങ്ങനെ ആഘോഷമായിട്ടോ അങ്ങനെ ലാവിഷ ജീവിതമൊന്നും അല്ലായിരുന്നു. ഒരു ഷർട്ട് 3 ദിവസമായിട്ടുണ്ട്. മറ്റുള്ളവരെ പോലെ ഞാൻ ആർഭാടമായിട്ടുള്ളൊരു ലൈഫ് അല്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നത്. പുള്ളി ആ ഒരു ജീൻസും ഒരു ഷർട്ടും കൂടെ ഒരാഴ്ച 2 പാൻറ്റും 2 ഷർട്ടും എടുത്തുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു പുള്ളി ലൈഫ് സ്റ്റൈല്. പക്ഷെ പൈസ ഉണ്ടാക്കി. പിന്നെ നാട്ടില് ഉള്ള അച്ഛനും അനിയനും കൂടെ കൂടി ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുടംപുളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് പാക്ക് ചെയ്ത് അങ്ങോട്ട് കയറ്റി വിടും. അങ്ങനെ അതവിടെ വിൽപ്പനയായിരുന്നു. അങ്ങനെ മസാല ഒക്കെ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടുന്ന സാധനം അവിടുന്ന്
ഞങ്ങൾ അതൊക്കെ വിൽക്കണത്. അങ്ങനെ ചെയ്യുമായിരുന്നു. തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു, ഇമ്പോർട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫിലിപ്പൈൻ ഫുഡൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കുക്ക് ചെയ്ത് ഇതിനകത്തൊക്കെ നല്ല ലാഭം എന്ന് പറഞ്ഞാൽ കൊള്ള ലാഭമായിരുന്നു എടുത്തുന്നത്. പിന്നെ വേറെ കാര്യം വെച്ചാൽ മറ്റുള്ളവരുടെ അടുത്ത് ഇല്ലാത്ത സാധനങ്ങൾ, റെയർ ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടും. ദുബായിൽ നിന്നൊക്കെ പുള്ളി കൊണ്ടുവരും. ഈ നീലപ്രങ്കാതി അന്നൊക്കെ പുള്ളിയെടുത്തേ ഉള്ളൂ, അതൊക്കെ വേറെ ആരുടെ അടുത്തുനിന്ന്. പിന്നീട് ഇപ്പം എല്ലാവരുടെ അടുത്തുമായി. ഈ നീലപ്രങ്കാതി എണ്ണ, ധന്വന്തരം കുഴമ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്കൊക്കെ കൊണ്ടുവന്ന് പരിചയമില്ലാത്ത സാധനങ്ങളൊക്കെ അതൊക്കെ മേടിക്കാൻ വേണ്ടി തന്നെ ആളുകൾ വരുമായിരുന്നു. നാട്ടിൽ നിന്ന് ശർക്കര, അവരുടെ ശബരി എന്ന് പറഞ്ഞ അതിന്റെ പേര്, ശബരി, തേയില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള സാധനം, കുടംപുളി, പുളി, പപ്പടം, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് കൊണ്ടുവന്ന് അത് അവിടെ സപ്ലൈ ചെയ്യുമായിരുന്നു. ഞാൻ ഈ സാമ്പത്തിക കാര്യത്തിൽ പറയാൻ കാരണം എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് 4-5 മാസമായപ്പോഴേക്കും എൻ്റെ ഒരു ദിവസത്തെ കളക്ഷൻ ഏകദേശം ഒരു 40,000 റിയാൽ ഉണ്ടായിരുന്നു. അത് റൂമിലുള്ളവർ തന്നെയാണ് കട്ടുകൊണ്ട് പോയി. എനിക്ക് അന്നോട് ചെന്ന് ഭാഷ കാര്യങ്ങളൊന്നും അറിയില്ല. പുള്ളി അന്ന് സഹോദരിയുടെ കല്യാണത്തിന് നാട്ടിലാണ്. പുള്ളി ഫോൺ ചെയ്ത് വന്നു, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എല്ലാം പറഞ്ഞു. പുള്ളിക്ക് പോലീസിലൊക്കെ പോകാൻ പേടിയാണ്. പുള്ളി ഒരു ഹിന്ദു ആണ്, അവിടെയും മുസ്ലിങ്ങളുടെ ഒരു ഇതുള്ളതുകൊണ്ട് പുള്ളി പോലീസ് സ്റ്റേഷനൊക്കെ വളരെ വളരെ വിരളമായിട്ടേ പോകത്തുള്ളൂ. അപ്പൊ പുള്ളി എന്നെ തന്നെ പിടിച്ചു. അപ്പൊ അവസാനം പിടിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി. ഞാൻ മനസ്സാവാതെ അറിഞ്ഞിട്ടില്ല. കൂടുതലുള്ളതെന്ന് തന്നെ പൈസ എടുത്തെന്ന് പിന്നീട് തെളിഞ്ഞു. അവനൊക്കെ പുള്ളി രക്ഷപ്പെടുത്തി വിടുകയും ചെയ്തു. പക്ഷെ എന്നെ കൂടെ 2-2.5 കൊല്ലം പുള്ളി ജോലി ചെയ്ത് എൻ്റെ ഈ പൈസ 40,000 റിയാൽ പുള്ളി അവിടെ വാങ്ങിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ ശമ്പളം തരുന്നുണ്ട്, കമ്മീഷൻ തരുന്നുണ്ട്, എൻ്റെ പൈസ എനിക്ക് വേണം, നിങ്ങളുടെ പൈസ ഞാൻ ഒരു പൈസയും തരാം. കറക്റ്റ് സാലറി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു. അതിനൊന്നും ഒന്നും പറയാനില്ല. അപ്പോൾ പുള്ളി ആ സാധാരണ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് വെച്ച് പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് 40,000 റിയാലും കളക്ട് ചെയ്തു. ആർക്കും ഒരു 5 പൈസ വെറുതെ കൊടുക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, അങ്ങനെയുള്ള ഒരു ബോണസ്, ഒരു പെരുന്നാൾ, ഒരു ഈദ് വരുന്ന സമയത്തൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യില്ല. ആ ശമ്പളം എത്രയാണ് അത് കറക്റ്റായിട്ട് കൊടുത്തോളൂ, അത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു പുള്ളി. ഞാൻ ഇദ്ദേഹത്തിനടുത്ത് സെയിൽസ്മാനായിട്ടൊരു 4 വർഷക്കാലം ജോലി ചെയ്തതാണ്. ഞാൻ എന്തിനു പറയണത്, ഞാൻ പോകുമ്പോൾ എൻ്റെ വിസയ്ക്ക് പുള്ളിയുടെ കമ്പനിയിലേക്ക് പുള്ളി കൊണ്ടുപോകുന്നതിന് അന്ന് 93-ല് 40,000 രൂപ ഞങ്ങൾ 6 പേര് ഇവിടുന്ന് പോകുന്നുണ്ട്. 8 പേര്. പുള്ളി ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് ബാലൻ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ വന്ന് ഇന്റർവ്യൂ ചെയ്ത് ഞങ്ങൾ 8 പേരെ സെലക്ട് ചെയ്തു. 8 പേരെ സെലക്ട് ചെയ്ത് 8 പേരോട് അന്ന് പുള്ളി 40,000 രൂപ പുള്ളി വാങ്ങിച്ചു. 40,000 രൂപ പുള്ളിയുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് പുള്ളി 40,000 രൂപ വാങ്ങിച്ചു. പുള്ളി മീൻസ് ട്രാവൽസുകാരനെ കൊണ്ട് ബാലൻ എന്ന് പറഞ്ഞ ഒരുത്തനായിരുന്നു. അവിടുത്തെ അനിൽ എന്ന് പറഞ്ഞവനായിരുന്നു ബാലൻ അസോസിയേറ്റ്സിന്റെ ഇതുള്ളത്. അവൻ ഒരു കൊല്ലമായപ്പോഴും കാറിടിച്ച് അവൻ ആ കാർ ആക്സിഡന്റ് അവൻ മരിച്ചുപോയി. അപ്പൊ പുള്ളിയും കൂടെ ഇരുന്നാണ് ഇന്റർവ്യൂ ചെയ്ത് 40,000 രൂപ അന്ന് സർവീസ് ചാർജ് വാങ്ങിച്ചു. അതാണ് വിജയകുമാർ. ഞാൻ പറഞ്ഞില്ലേ, പൈസയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. എന്തും മീൻസ് എന്ന് പറഞ്ഞാൽ പൈസ ലാഭമുള്ള എന്ത് ബിസിനസ്സും പുള്ളി ചെയ്യും. പക്ഷെ ആരെയും അവിടെ മറ്റു രീതിയിലൊന്നും ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ മക്കളൊക്കെ അവിടെ വെച്ചാണ് പഠിച്ചത്. ചെറുപ്രായമായിരുന്നു. ഇവരൊക്കെ വെള്ളിയാഴ്ച ദിവസം അവരെ അവിടെ കടയിൽ കൊണ്ടുവരുമായിരുന്നു, ഈ മകനെയും മകളെയും. പിന്നെ അവസാനമായപ്പോൾ പുള്ളിയുടെ ഒരു അളിയൻ, ഈ മീരയുടെ ആങ്ങള ജയൻ എന്ന് പറഞ്ഞവനെ അവിടെ കുറെ കാലം കൊണ്ടു നിർത്തി. അവൻ നല്ല ഡബിൾ MA PhD ഒക്കെ കഴിഞ്ഞ ഭയങ്കര നല്ല വിദ്യാഭ്യാസം ഉള്ളവനാണ്. അവന് ജോലിയൊന്നുമില്ല. അവനിവിടെ കൊണ്ടുവന്ന് നിർത്തി, വെറുതെ കടയിൽ കൊണ്ടു നിർത്തി. ഒരു സാധു മനുഷ്യനാ. അങ്ങനെ അവസാന സമയത്ത് ജയനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പുള്ളി ഒരു ജീനിയസ് ആയിരുന്നു. അങ്ങനെ ആരോടും ഒന്നും, ഒരു ബുദ്ധിജീവിയായിട്ട് ഇങ്ങനെ ആരോടും അങ്ങനെ കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. തമിഴാണ് പുള്ളിക്ക്, മലയാളമൊന്നും അത്ര അറിയില്ല. ഈ മീരയും ഒക്കെ തമിഴ്നാട്ടിലാണ് വളർന്നു വന്നത്. എനിക്ക് കൂടുതൽ അറിയില്ലെങ്കിലും ഈ ബ്രദർ ഒരു അനിയനുണ്ട്, അതെനിക്കറിയാം. പിന്നെ സഹോദരിയുണ്ട്. സഹോദരിയെ കെട്ടിയ ഭർത്താവിന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. പുള്ളീനെ അവിടെ കൊണ്ടുവന്നു. പുള്ളി അവിടെ കുറച്ചു കാലം അവിടെ ഷോപ്പിൽ ഇരുത്താനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സഹോദരി ഉണ്ട്, അനിയനുണ്ട്. അനിയനുമായിട്ടൊന്നും എനിക്ക് തോന്നുന്നത് അത്ര നല്ല ഒരു ഡീൽ അല്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നത്. വെച്ചാൽ ചെയ്യുന്ന പുള്ളിയുടേതായ ഒരു ഹെൽപ്പ് ഒന്നും അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. പിന്നെ പുള്ളിക്ക് ഈ അന്ധവിശ്വാസങ്ങൾ കുറെ അതിൻ്റെ ഒരാളാണ്. ഈ പൂജയ്ക്കും ഇതിനുമൊക്കെ അവിടെ എവിടെ എന്തുണ്ടെങ്കിലും ഈ കൂടോത്ര എന്ന് പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്ക് ഭയങ്കര വിശ്വാസമാക്കി അവിടെ നിന്ന് പറയാം. അപ്പോൾ ഈ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിജയകുമാർ എന്ന് പറയുന്നയാൾ പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ ഈ ജോർജ് എന്ന് പറയുന്നയാൾ പറയുന്നത് പോലെ അദ്ദേഹം മറ്റുള്ളവർക്കൊന്നും കൊടുക്കാറില്ല, ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ കയ്യിൽ നിന്നും ഒരു 40,000 റിയാൽ നഷ്ടപ്പെട്ടപ്പോഴേ അത് തൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു എന്നാണ് ജോർജ് പറയുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞ ഒരു കണക്കിന് ഭാഗ്യം തന്നെയാണ് മിസ്റ്റർ ജോർജ്. കാരണം ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ഈ സൗദി
അറേബ്യയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2000-ലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ശമ്പളം കൊടുക്കാതെ കബളിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് വിജയകുമാർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ആസാമിക്ക് പോലും ഇയാളെ തൊടാൻ കഴിയില്ല, അത്രത്തോളം ഹെൽത്തി ആയ ഒരു മനുഷ്യനാണ്. ഈ നരുന്ത് പയ്യനെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തൂക്കിയെടുത്ത് വെളിയിലെറിയാനുള്ള ഒരു പവർ പോലും ഈ വിജയകുമാറിനുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾക്കും ഇപ്പോഴും സംശയം തന്നെയാണ്, ഈ ഒരു പയ്യനാണോ ഇത് ചെയ്തത്. എൻ്റെയും അഭിപ്രായം ഈ പയ്യനല്ല, ആരോ ഇതിൻ്റെ പുറകിൽ നല്ല രീതിയിൽ ഒരു കളി കളിക്കുന്നുണ്ട്. ഈ പയ്യനെ മുൻനിർത്തിയിട്ടില്ലെങ്കിൽ ഈ പയ്യൻ വാടക കൊലയാളിയായിരിക്കാം. അങ്ങനെ ഇവനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഇയാളുമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചിലപ്പോഴേ അസോസിയേറ്റ് ചെയ്തതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഒരു വലിയൊരു ചരടുവലി ഒരാളുണ്ട്, അവർക്കാണ് ഇതിൻ്റെ നേട്ടങ്ങൾ മുഴുവൻ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വല്ല എന്താ പറയണ്ടേ പാർട്ട്ണർമാരുണ്ടോ, അല്ലെങ്കിൽ ഇനി അനീജനുണ്ടോ, അല്ലെങ്കിൽ ബന്ധുക്കളാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ പണം ഒരുപാട് ഉണ്ടാക്കിയപ്പോഴേ ഇയാളുടെ ആത്മാവ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതുപോലെ ഇയാൾ മലയാളിയല്ല, തമിഴ്നാട്ടുകാരനാണെന്ന് പറയുന്നുണ്ട്, ഇവിടെ വന്ന് താമസിച്ചതാണെന്ന് പറയുന്നു. ഏതായാലും ഗൾഫിൽ ഇയാൾ നല്ല രീതിയിൽ ബിസിനസ് നടത്തിയിട്ടുണ്ട്, ഇല്ലീഗൽ ബിസിനസ് ഒരുപാട് നടത്തിയിട്ടുണ്ട്, ബീഡി കച്ചവടവും അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറയുക അൻസ് പോലെയുള്ള തമ്പാക്ക് പോലെയുള്ള സാധനങ്ങളും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ ഒരു നിരോധനമുള്ള ഒരു വസ്തു തന്നെയാണ്. അതുമാത്രവുമല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബംഗാളികളുടെ ബിസിനസ് തന്നെയാണ്. ഏതായാലും ഒരു ബംഗാളി സ്റ്റൈലിൽ തന്നെയാണ് ഇയാൾ അവിടെ നിന്നും പൈസ ഉണ്ടാക്കിയത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നന്ദി, നമസ്കാരം.